പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ സ്മാർട്ട് വാച്ചുകളും എല്ലാവരും യൂസ് ചെയ്തു തുടങ്ങി. പലവിധം ബ്രാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്കെല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ് നല്ലൊരു സ്മാർട്ട് വാച്ച് എങ്ങനെ സെലക്ട് ചെയ്യാം, എന്തിൻ്റെ ബേസിൽ സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യം. 2018 ഈ വാച്ച് ലോഞ്ച് ചെയ്തത്. ഇന്ന് ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി വാച്ച് എന്ന സ്മാർട്ട് വാച്ചാണ്. ഇന്ന് ഞാനിവിടെ അൺബോക്സ് ആൻഡ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് വാച്ചാണ്. 2020 ഈ സ്മാർട്ട് വാച്ച് എത്രത്തോളം മികച്ചതാണെന്നും ഫീച്ചറിസ്റ്റിക് ആണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. സാംസങ്ങിൽ കണ്ടുവരുന്ന ഒരു നോർമൽ പാക്കേജിംഗ് തന്നെയാണ് ഈ സ്മാർട്ട് വാച്ചിനും സാംസങ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ഡിവൈസ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഈ ഡിവൈസ് ഓൾറെഡി യൂസ് ചെയ്യുന്നൊരു ഡിവൈസ് തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി അൺബോക്സ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് ഉടനെ തന്നെ കാണുന്നത് വാച്ച് തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ, കിടിലം സ്മാർട്ട് വാച്ച് തന്നെയാണ്. വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയോടെയാണ് സാംസങ് ഈ വാച്ച് ഇറക്കിയിട്ടുള്ളത്. ഗ്ലാസ് ഫ്രണ്ട് ഗൊറില്ല ഗ്ലാസ് ആണ്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമുമാണ് നൽകുന്നത്. വാച്ച് ആകെ വരുന്ന വെയിറ്റ് 63 ഗ്രാം ആണ്. ഇതിന് റൈറ്റ് സൈഡിൽ 2 ഫിസിക്കൽ കീ മാത്രമേ വരുന്നുള്ളൂ. വാച്ചിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സെൻസറുകൾ കാണാം. നമുക്കിനി ബോക്സിൽ എന്തെല്ലാം ഇൻക്ലൂഡ് എന്ന് നോക്കാം. മൈക്രോ USB ചാർജറാണ് സാംസങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്കൊരു മൈനസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു വയർലെസ് ചാർജറാണ് അടുത്തതായിട്ട്. ഗാലക്സി വാച്ച് ഒരു വയർലെസ്ലി ചാർജബിൾ ഡിവൈസാണ്. ഞാൻ മുന്നേ കാണിച്ച മൈക്രോ USB ചാർജർ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. ഒരു എക്സ്ട്രാ സ്ട്രാപ്പ് സാംസങ് നൽകിയിട്ടുണ്ട്. ഇതൊരു 22 mm സ്ട്രാപ്പാണ്. എല്ലാ ബോക്സിലും കണ്ടുവരുന്ന ഒരു യൂസർ മാനുവലും. ചിപ്സെറ്റ് Exynos 9110 10 nm ആണ്. CPU ഡുവൽ കോർ 1.15 GHz ആണ്. GPU Mali T720 ആണ്. ബ്ലൂടൂത്ത് വേരിയൻറ്റിന് വരുന്നത് 4GB ഇൻറ്റേർണൽ മെമ്മറിയും 768 MB റാമുമാണ് വരുന്നത്. ഒരു റൊട്ടേറ്റിംഗ് ബെസലാണ് ഈ വാച്ചിന് സാംസങ് നൽകിയിട്ടുള്ളത്. ഇത് 46 mm വാച്ചാണ്. 22 mm വാച്ചും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. 5 ATM വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ് ടു 50 മീറ്റർ വരെ ഡീപ്പ് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഒരു ക്ലാസിക് അനലോഗ് ലുക്ക്, ആ ഒരു രീതിയിലാണ് സാംസങ് ഈ വാച്ചിനെ ഡിസൈൻ ചെയ്തെടുത്തത്. ഈസി റിമൂവബിൾ സ്ട്രാപ്പാണ് നൽകുന്നത്. 22 mm എല്ലാ സ്ട്രാപ്പുകളും ഈ വാച്ചിന് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും കുറഞ്ഞ വിലക്ക് ഇത് ലഭിക്കുന്നതാണ്. വാച്ചിൻ്റെ മെനു സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് ബെസൽസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് വാച്ചാണ് ഗാലക്സി വാച്ച്. ഇതിന് മുന്നേ ഇറങ്ങിയ ഗിയർ S3 എന്ന വാച്ചുണ്ട്. അതിന് സക്സസറായിട്ടാണ് ഗാലക്സി വാച്ച് എന്ന പേരിൽ പുതിയതായിട്ട് ഇറങ്ങിയത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും മികച്ച സ്മാർട്ട് വാച്ചാണ് ഗാലക്സി വാച്ച്. ഇതിൽ വരുന്നത് സാംസങ്ങിൻ്റെ സ്വന്തം ആൻഡ്രോയിഡ് OS ആയ ടൈസാൻ ആണ് വരുന്നത്. മറ്റുള്ള സ്മാർട്ട് വാച്ചുകളിൽ വരുന്നത് ആൻഡ്രോയിഡ് വിയർ OS ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈസാൻ ബേസ്ഡ് വിയറബിൾ OS 4 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വിയർ OSനേക്കാൾ എത്രയോ ഒപ്റ്റിമൈസ്ഡ് ആണ് ടൈസാൻ OS. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആപ്സ് ടൈസാൻ OSൽ ലഭ്യമാണ്. ഈ വാച്ചിൽ നിങ്ങൾക്ക് വീഡിയോസ് യൂട്യൂബിൽ നിന്നും കാണാവുന്നതാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. 2020 നിങ്ങൾ ഈ മൊബൈൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളെല്ലാവരും ഈ മൊബൈൽ അൺബോക്സ് ചെയ്ത് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഗെയിം കളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വാച്ച് യൂസ് ചെയ്തുകൊണ്ട് മൊബൈൽ ക്യാമറ ഇതിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ക്യാമറ സൂം ചെയ്യാൻ നിങ്ങൾക്ക് റൊട്ടേറ്റിംഗ് ബെസൽസ് യൂസ് ചെയ്യാം. ഇതിൽ സ്പോട്ടിഫൈ അവൈലബിൾ ആണ്. നമുക്ക് ഈ വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് നോക്കാം.
അതിന് നിങ്ങൾ ചെയ്യേണ്ടത് റൊട്ടേറ്റ് ദ ബെസൽ ക്ലോക്ക് വൈസ്. സെൻട്രലിൽ കാണുന്നത് ലോങ് പ്രസ് ചെയ്താൽ വാച്ചിൽ സ്റ്റോർ ചെയ്ത മറ്റുള്ള ആപ്സുകൾ കാണുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾക്ക് നിങ്ങൾക്ക് വാച്ചിൽ നിന്ന് തന്നെ റിപ്ലൈ കൊടുക്കാവുന്നതാണ്. മെസ്സേജുകൾക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ റെസ്പോൺസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഇമോജീസും ടൈപ്പ് ചെയ്യാനും ഇതിൽ സാധിക്കും. നിങ്ങൾക്ക് മെസ്സേജ് റീപ്ലൈ ചെയ്യാൻ ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നിഷനും ഈ വാച്ച് നൽകുന്നുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ആപ്പാണ് സാംസങ് ഹെൽത്ത് ആപ്പ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വാട്ടർ ലെവൽ, ഓക്സിജൻ ലെവൽ. മറ്റുള്ള സ്മാർട്ട് വാച്ചുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ കൈ അനക്കുമ്പോൾ സ്റ്റെപ്സ് അനാവശ്യമായിട്ട് കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് കാണാം. പക്ഷേ സന്തോഷമുള്ളൊരു കാര്യമാണ്, ഈ വാച്ചിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ഫീച്ചറാണ് സാംസങ് പേ എന്നൊരു ഫീച്ചർ. ചില രാജ്യങ്ങളിൽ മാത്രമേ ഈ ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ. വാച്ച് നിങ്ങൾക്ക് ഫുള്ളി മൊബൈലിൽ നിന്നും കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതിന് സാംസങ്ങിൻ്റെ തന്നെ ആപ്പായ ഗാലക്സി വിയറബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് സാംസങ്ങിൻ്റെ മൊബൈലിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. മറ്റുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഏതെല്ലാം ആപ്പിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വാച്ചിൽ വന്നു ചേരേണ്ടതെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് അത് എനാബിളും ഡിസേബിളും ആക്കാവുന്നതാണ്. ആപ്പിൻ്റെ ലേഔട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വാച്ചിൻ്റെ വിഡ്ജറ്റ്സും നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഇവിടെ ഇൻറ്റൻസിറ്റി കുറക്കാനും കൂട്ടാനും പറ്റുന്നതാണ്. അഡ്വാൻസ് ഫീച്ചറിൽ പോയാൽ നിങ്ങൾക്ക് കാണാം വേക്കപ്പ് ജെസ്റ്റർ, ടച്ച് വേക്കപ്പ്, ബെസൽ വേക്കപ്പ് എന്ന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വാച്ചിൻ്റെ ഡിസ്പ്ലേയും നിങ്ങൾക്ക് ഇതിൽ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്വാൻസ് ഫീച്ചറിൽ കുറേ അധികം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. സാംസങ് സേഫിൻ്റെ കാര്യത്തിലും വളരെയധികം മുന്നോട്ടാണ്. അതിനായിട്ടാണ് സാംസങ് സെൻഡ് SOS റിക്വസ്റ്റ് എന്നുള്ളൊരു ഫീച്ചർ ലഭ്യമാക്കുന്നത്. SOS എന്ന ഓപ്ഷൻ എനാബിൾ ആക്കിയാൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ 3 പ്രാവശ്യം പവർ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഒരു എമർജൻസി കോളോ അല്ലെങ്കിൽ മെസ്സേജോ നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആൾക്കാർക്ക് വന്നു ചേരുന്നതാണ്. ഫൈൻഡ് മൈ വാച്ച് എന്നൊരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാച്ച് എവിടെയെങ്കിലും മറന്നു വെക്കുകയാണെങ്കിൽ ഫൈൻഡ് മൈ വാച്ച് എന്ന ഓപ്ഷൻ നോക്കിയാൽ നിങ്ങളെ വാച്ച് എവിടെയാണെന്ന് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് കാണിച്ചു തരും. അടുത്തിടെ സാംസങ് ഇറക്കിയ ഒരു അപ്ഡേറ്റ് ആണ് മൈ സ്റ്റൈൽ വാച്ച് ഫേസ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വാച്ച് ഫേസ് ആയിട്ട് വെക്കാവുന്നതാണ്. അതിനുള്ളൊരു കസ്റ്റമൈസേഷൻ ലെയറും സാംസങ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഹൺഡ്രഡ്സ് ഓഫ് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഓട്ടോമാറ്റിക് ആക്ടിവിറ്റി ഡിറ്റക്ഷൻ. നിങ്ങൾ ജോഗിങ്ങിനോ റണ്ണിങ്ങിനോ പോവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻസ് തരുന്നതാണ്. അതെനിക്കൊരു ടൈം സേവിങ് ഐഡിയ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ട ഫീച്ചേഴ്സാണ്. എനിക്കിനി പറയാനുള്ളത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഫീച്ചറാണ്. വാച്ച് എൻ്റെ കൈമേലുണ്ടെങ്കിൽ എനിക്ക് മൊബൈൽ പോക്കറ്റിൽ നിന്നും എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വാച്ചിൽ വന്നു ചേരുന്നതാണ്. കോൾ അറ്റൻഡ് ചെയ്യാം, മെസ്സേജിന് റീപ്ലൈ കൊടുക്കാം, ഇമെയിലിന് റീപ്ലൈ കൊടുക്കാം. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരോ ട്രാവലിംഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ മൊബൈൽ വന്ന് ചേരുന്നതാണ്. നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ നിങ്ങൾക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കാണൽ ബട്ടൺ നോക്കിയാൽ നിങ്ങൾക്ക് മൊബൈൽ ആ മെസ്സേജ് കാണുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വാച്ച് ഒന്ന് ടിൽറ്റ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പപ്പ് ചെയ്യുന്നതാണ്. മൊബൈലിൽ വരുന്ന ഫോൺ കോൾസ് നിങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ വാച്ചിൻ്റെ LTE വേർഷനും വരുന്നുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡ് അലോൺ ആയിട്ട് നിങ്ങൾക്ക് LTE സിം ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മൊബൈൽ ആയിട്ട് തന്നെ ഈ വാച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഫോൺ കോളിംഗ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതിൽ. നിങ്ങളിപ്പോൾ ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ വാച്ച് നിങ്ങൾക്ക് അലേർട്ട് തരും. കുറച്ചു നേരം നടക്കാനോ അല്ലെങ്കിൽ ബോഡി ടിൽറ്റിങ്ങും അല്ലെങ്കിൽ ബോഡി ട്വിസ്റ്റിംഗ് ഒക്കെയാണ് ഇതിൽ വരുന്ന അലേർട്ട്. പിന്നെ വെള്ളം കുടിക്കാൻ റിമൈൻഡർ വരുന്നതാണ്.
വാച്ച് എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും എന്നെ അതാത് ടൈമിൽ എനിക്ക് അലേർട്ടായിട്ട് വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ് എത്ര മണിക്കൂർ ഈ വാച്ച് ബാറ്ററി നിൽക്കും എന്നുള്ളത്. എനിക്ക് അറൗണ്ട് 5 to 6 days ബാറ്ററി സിമ്പിളായി നിൽക്കുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓണാക്കി കഴിഞ്ഞാൽ വെറും 3 days മാത്രമേ നിൽക്കുന്നുള്ളൂ. ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ആവശ്യമില്ല. ടൈം കാണണമെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. 2.5 മണിക്കൂറാണ് ചാർജിങ് ടൈം. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല ബാറ്ററി ബാക്കപ്പാണ് ഈ വാച്ചിനുള്ളത്. വാച്ചിൻ്റെ ചാർട്ട് ഞാൻ അവിടെ കാണിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ഗാലക്സി വാച്ചാണ്. അതിന് താഴെയാണ് ബാക്കിയുള്ള വാച്ചുകളുടെ സ്ഥാനം. എല്ലാ തര കമ്പാരിസണും ഉണ്ട്, പ്രൈസ് അടക്കമുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതിലൊന്നും ചെക്ക് ചെയ്യാം. ഈ വാച്ച് ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും ഒരു സ്മാർട്ട് വാച്ചാണെന്ന് തോന്നുകയില്ല. നിങ്ങൾ ക്ലാസിക് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് തീർച്ചയായും ഈ വാച്ച് തന്നെ പർച്ചേസ് ചെയ്യണം. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ AMOLED കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്. 1.3 inches ആണ് സ്ക്രീൻ സൈസ്. റെസൊല്യൂഷൻ 360x360 പിക്സലാണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആണ് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്നത്. ഈ വേരിയൻറ്റ് 46mm ആണ്. ഇത് ഒറ്റ കളറിലേ വരുന്നുള്ളൂ. 42mm ഒരു ഫുള്ളി ബ്ലാക്ക് ഫിനിഷിങ്ങിലും പിന്നെ ഒരു ഫുള്ളി ഗോൾഡൻ ഫിനിഷിങ്ങിലും വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് അബോവ് 80,000 വാച്ച് ഫേസസ് നിങ്ങൾക്ക് സാംസങ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇൻബിൽഡ് മ്യൂസിക് പ്ലെയർ ഉണ്ട്. മൊബൈലിൽ സ്റ്റോർ ചെയ്ത പാട്ടുകൾ പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ വാച്ചിൽ സ്റ്റോർ ചെയ്ത പാട്ടുകളും നിങ്ങൾക്കിതിൽ ഈസി ആയിട്ട് പ്ലേ ചെയ്യാവുന്നതാണ്. മ്യൂസിക് പ്ലേ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വാച്ചിൻ്റെ ബെസൽ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ബെസൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ്. ഞാൻ ഈ വാച്ചും ബെസൽ റിങ്ങും പർച്ചേസ് ചെയ്തത് Souq.com നിന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. പുതിയ അൺബോക്സിങ്ങും റിവ്യൂമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.